അധ്യാപക ദിനം വരുമ്പോഴും വലിയ വിഷമത്തിലാണ് ദേശീയ അവാർഡ് ജേതാവായ തൃശ്ശൂരിലെ ഒരു അധ്യാപകൻ. തൃശ്ശൂരിലെ കാൽഡിയൻ സിറിയൻ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോളാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി കുറച്ചുപേർ കാരണം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. 2014 സംസ്ഥാന അധ്യാപക അവാർഡും 2016 ദേശീയ അധ്യാപക അവാർഡും കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഡോക്ടർ അബി പോൾ. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റും അന്തർദേശീയ ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ 10ഓളം പേപ്പറുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ അന്തർദേശീയ സിംപോസിയത്തിൽ സുവർണ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു. 3.5 വർഷക്കാലം ശാസ്ത്രജ്ഞനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിനെ അതിന്റെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിച്ച അധ്യാപകൻ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. വർഷങ്ങൾക്ക് മുൻപ് ഒരു വിഭാഗം ആളുകൾ ചേർന്ന് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം നടത്തുകയും രേഖകൾ പരിശോധിക്കാതെ അദ്ദേഹത്തെയും HM-നെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് വീണ്ടും വ്യാജരേഖ ചമച്ചു വന്ന് കാട്ടി പരാതി നൽകി ഡോക്ടർ അബി പോളിനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ നിയമത്തിനു മുന്നിൽ അത് ശരിയായ രേഖയാണെന്ന് തെളിഞ്ഞു. വീണ്ടും സർവീസിൽ തിരിച്ചു കയറിയെങ്കിലും താൻ വർഷങ്ങളായി വേട്ടയാടപ്പെടുകയാണെന്നാണ് ഡോക്ടർ അബി പോൾ പറയുന്നത്. അവരുടെ പരാതി PTA കമ്മിറ്റിയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. അതിനുശേഷമാണ് അതിന് നടപടിയായില്ലെങ്കിൽ മുകളിലേക്ക് പോകണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ ആദ്യം കൊടുത്ത പരാതി മുഖ്യമന്ത്രിക്കാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അത് സൗകര്യം ഉണ്ടായാലും ഞങ്ങൾ കൊടുത്തു. അവിടെ നിന്ന് തുടങ്ങിയ പരാതി പർവ്വമാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ 2ാം സസ്പെൻഷൻ കഴിഞ്ഞു, തിരിച്ചു കയറി, ഇപ്പോൾ വീണ്ടും അതിനുശേഷം ഓഡിറ്റ്. ഇപ്പോൾ ദൈവം സഹായിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ ബലത്തിൽ മാത്രമാണ് ഞാനിവിടെ തുടർന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് എത്ര കാലം ദൈവത്തിനറിയില്ല. കുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കലല്ല ഏറ്റവും വലിയ കാര്യം. ഈ കേസും കൂട്ടവും കാര്യങ്ങളും അഴിമതിയും. ഡോക്ടർ അബി പോൾ ദേശീയ അധ്യാപക പരിഷത്തിൽ അംഗത്വമെടുത്തിരുന്നു. പിന്നീട് നിരന്തരമായി പരാതി നൽകുകയും ചിലർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിരന്തരമായ ഓഡിറ്റിംഗിനും വിധേയനാക്കി. ഓരോ അധ്യാപക ദിനം വരുമ്പോഴും തനിക്ക് വിഷമമാണ് തോന്നുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രം നോക്കാനുള്ള അധികാരമുള്ളപ്പോഴാണ് അവർ കഴിഞ്ഞ 10 കൊല്ലം 15 കൊല്ലത്തെ കണക്ക് അന്വേഷിക്കണം. അതിനനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഓഡിറ്റ് നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിരന്തരം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വേട്ടയാടുന്നതിന് എനിക്കൊരു കുടുംബമുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്നാൽ ചുറ്റുപെട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എത്ര കാലം ഇത് സഹിക്കും? 5 കൊല്ലമായി ഞാൻ സഹിക്കുകയാണ്. ഇതിനൊരു അറുതി വേണ്ടേ? ഇങ്ങനൊരു മറ്റൊരു അധ്യാപക ദിനം വന്നു ചേരാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ഈ അധ്യാപക ദിനത്തിൽ വന്നു ചേരാന്ന് പറയുമ്പോൾ. കാരണം എന്തോരം ഞാൻ അനുഭവിച്ച 5 കൊല്ലമായിട്ട്. 2019-20 തുടങ്ങിയ ഒരു അനുഭവം പീഡനമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ അധ്യാപകരും അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ദിനം ഡോക്ടർ അബി പോൾ കാണുന്നത് താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിലൂടെയാണ്. വേട്ടയാടപ്പെടലുകളിൽ നിന്നും മോചനം വേണമെന്നാണ് ഈ അധ്യാപകന്റെ ആവശ്യം. ജനം, തൃശൂർ.